ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എല്ലാം നിയന്ത്രണ വിധേയം തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ തിരക്ക് സീമാതീതമായിരുന്നു. പിന്നെ സ്പോട്ട് ബുക്കിംഗ് ഇപ്പം നിർത്തിവെച്ചിട്ടുണ്ട്, തീർന്നു, ഇന്നത്തെ നാളത്തേക്ക് തീർന്നു. അപ്പൊ അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ച് വന്നവർ സ്പോട്ട് ബുക്കിംഗിന് അനുവദനീയമായ കോടതി അനുവദിച്ചിട്ടുള്ള ലിമിറ്റേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ആൾക്കാർ വന്നതുകൊണ്ടും ആ വന്നവർ തന്നെ ക്യൂ ഒന്നും പാലിക്കാതെ കാട്ടിനകത്തോടൊക്കെ കയറി വന്നതുകൊണ്ടും കൂടിയാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായത്. അതിപ്പോ തീർന്നു. കാരണം ഈ തുടങ്ങുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്രൗഡ് ഇതുവരെ ഉണ്ടായിട്ടില്ല. മിനിഞ്ഞാന്ന് തുടങ്ങിയ ദിവസം സാധാരണ വൈകുന്നേരങ്ങളിൽ 5000-10000 ഒക്കെ വന്നു. കഴിഞ്ഞ കൊല്ലം 29,000 വന്നപ്പോൾ ഭയങ്കര നമ്പറാന്ന് നമ്മൾ പറഞ്ഞു. ഇക്കൊല്ലം അത് 55,000 ആയി. അപ്പം അത് ഞാനതിന് ഒരു തരത്തിൽ പോസിറ്റീവായിട്ട് കാണുന്നത്, ഭഗവാനെ കാണാനായിട്ടുള്ള ആൾക്കാരെ ത്വര കൂടുന്നു, ഭക്തരുടെ സംഖ്യ കൂടുന്നു, അവരെന്ത് ത്യാഗവും സഹിച്ച് വരാൻ തയ്യാറാണെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കാണുന്നത്. പക്ഷെ എന്നിരുന്നാലും അവര് ഭക്തർക്ക് ഉതകുന്ന രീതിയിലുള്ള മര്യാദകൾ പാലിക്കണം. അവർ ഈ നേരായ വഴി എടുക്കുമ്പോൾ കാട്ടിനകത്തോട് കയറി വരാൻ പാടില്ല. ബുക്കിങ്ങിന് നമ്മൾ അവസരം കൊടുത്തിട്ടുള്ള ആ ബുക്കിങ്ങിനുള്ള സംവിധാനം ഉപയോഗിക്കാതെ ഇഷ്ടംപോലെ കയറി വരുന്ന രീതി അത് പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ചില കൺഫ്യൂഷൻസ് ആണ്. ആ കൺഫ്യൂഷൻസ് മുഴുവൻ മാറിയിട്ടുണ്ട്. വിർച്വൽ ക്യൂ 70,000, സ്പോട്ട് 20,000 അങ്ങനെ ആയിരിക്കും. അത് അങ്ങനെ പരിമിതപ്പെടുത്തി നിശ്ചയപ്പെടുത്താനും ഇനി പിന്നെ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവര് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സ്ലോട്ട് ഒഴിവാകുന്നവരെ കാത്തു നിൽക്കാനും തയ്യാറായിട്ടേ വരാൻ പാടുള്ളൂ. ഇവിടെ ഒന്നും ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് കർശനമായ നിർദ്ദേശമാണ്. നിലയ്ക്കലായിരിക്കും സാർ? നിലയ്ക്കലാണ് കൂടുതൽ. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ കൗണ്ടറും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമുണ്ട്. ഫോഴ്സിനെ കുറിച്ചൊരു കാര്യം കൂടി സാർ, മുമ്പ് ലാത്തിയൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അയ്യപ്പന്മാരെ നിയന്ത്രിക്കുക. ഇപ്പോ പോലീസുകാരെ കാണുമ്പോൾ അവരുടെ കയ്യിൽ ലാത്തിയൊന്നുമില്ല, വലിയ പാടാണ്. ഞങ്ങളുടെ കയ്യിൽ എന്താ പറയാ, ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള നന്മയും സേവന തന്നതേ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അവരോട്. ചിലപ്പോൾ ഇത്തിരി കർക്കശത്തോടുകൂടി പറയുന്നുണ്ടെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ബലപ്രയോഗം ഇവിടെ ഉണ്ടായിട്ടില്ല. മിനിഞ്ഞാന്ന് തന്നെ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗിന് അവിടെ വെച്ച് എന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൈയൊടിഞ്ഞു. എന്നിട്ട് പോലും ആരുടെയും നേരെ ഒരു ബലപ്രയോഗം ഉണ്ടായിട്ടുള്ള ഒരു പരാതിയും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷെ അതിനനുസരിച്ച് ആ ഉത്തരവാദിത്തം ഭക്തരോട് ഞങ്ങളിത് കാണിക്കണം. അവർക്ക് വേണ്ടി ഞങ്ങളിത് ചെയ്യുന്നത്.